VCA KTA സമരം ചെമ്പായി മാറിയേ. പാഴൂർ പടിയിൽ പോയി കബഡി നടത്തേണ്ട കാര്യമില്ലല്ലോ ഉറവിടം കണ്ടുപിടിക്കാൻ. ഈ ഗാനം എഴുതിയത് ആരാണെന്ന് ഗവൺമെന്റ് അറിയാം. ഈ ഗാനം ട്യൂൺ ചെയ്ത ആരാണെന്ന് അറിയാം. ഈ ഗാനം പാടിയത് ആരാണെന്ന് അറിയാം. ഒരു കാരണവശാലും നീക്കം ചെയ്യില്ല. മാത്രമല്ല ഞങ്ങളിത് പാടിക്കൊണ്ടേയിരിക്കും. ഏതാ അതിന്റെ വരി അറിയാവോ? ഞങ്ങളാരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അന്ന് MP-മാരുടെ മീറ്റിങ്ങിൽ ശ്രീ ഡീൻ കുര്യാക്കോസ് പാടി എന്തുവാ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. പിന്നെ അയ്യപ്പന്റെ ധനം മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി. അതാരാണ്? സഖാക്കളാണ് അയ്യപ്പ. എന്താ പേടിയണോ? ഇനിയും ഞങ്ങളിത് പാടിക്കൊണ്ടേയിരിക്കും. ജയിലിൽ കിടന്നും ഞങ്ങൾ പാടും. ഒരു കാര്യം ഇതിലെ ഇപ്പൊ പുതിയൊരു വാർത്തയുള്ളത്, ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ഉടക്കിലായിരുന്നു, സംഘർഷത്തിലായിരുന്നു. ഇപ്പൊ ഇവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോയി. ഗവർണർ പറഞ്ഞൊരു VCA KTUവിൽ കേരള സാങ്കേതിക സർവകലാശാലയിൽ നിയമിക്കുകയും ചെയ്തു. ഇതെന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ ശബരിമല ഗാനത്തെ പോലെ തന്നെ VCA KTA മനസ്സിലായില്ലയോ? VCA KTA എന്തിനാ KTA എന്തിനാ? VCയുടെ അടുത്ത് തുടക്കാൻ പോയ വിവരം അറിയും. VC അവിടെ വെച്ചിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. PM ശ്രീയിൽ ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞല്ലോ. PM ശ്രീ എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതിനകത്ത് ഒപ്പിടത്തില്ലെന്ന് വീരവാദം മുഴക്കിയിട്ട് ഒരാൾ പാലവായി പ്രവർത്തിച്ചല്ലോ, മൂന്നാൻ്റെ പണി ചെയ്തല്ലോ, ദല്ലാളിൻ്റെ പണി ചെയ്തല്ലോ, പവർ ബ്രോക്കറുടെ പണി ചെയ്തല്ലോ. എന്നിട്ട് അദ്ദേഹത്തെ വാഴ്ത്തി. എന്താ കാര്യം? ഇതെല്ലാം അയാൾ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയാണ്. ആ ആള് PM ശ്രീയിൽ ഒപ്പിട്ടതുപോലെയാണ് ഇപ്പോൾ VCA കയറ്റിയില്ലെങ്കിൽ വിവരം അറിയും. ഞാൻ ചോദിക്കട്ടെ, ഇത് പാർട്ടി അറിഞ്ഞോ? മുന്നണി അറിഞ്ഞോ? ക്യാബിനറ്റ് അറിഞ്ഞോ? രണ്ടുപേരും തമ്മിൽ ഒത്തീർപ്പാക്കി. കാര്യം ഇവര് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്. ഒരേ തൂവൽ പക്ഷികൾ. ഒരുമിച്ചേ പറക്കൂ RSSും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് RSSന് ഭയമാണ്, നരേന്ദ്രമോദിയെ ഭയമാണ്. അതുകൊണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്ന ജോലിയാണ് ഇപ്പൊ ഗവർണർ ചെയ്യുന്നത്. സ്തുത്യർഹമായ പണി അദ്ദേഹം ചെയ്യുന്നു. ഏത് സമരത്തിന്റെ? പിന്നെ അതല്ലേ VCA കയറ്റിയത് ഞാൻ പറഞ്ഞത്. ചെമ്പ് തെളിഞ്ഞല്ലോ. ഒരു അവിശുദ്ധ ബന്ധം, ഒരു അവിഹിത ബന്ധം നമ്മുടെ കേരളത്തിൽ RSSും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുണ്ട്. അതിന്റെ ഒരു പാലമാണ് നമ്മുടെ രാജ്യസഭാ മെമ്പർ ജോൺ ബ്രിട്ടാസ്. മറ്റൊരു പാലമാണ് നമ്മുടെ ADGP കൃഷ്ണമൂർത്തി, എന്തായുടെ പേര്? അജിത് കുമാർ. അങ്ങനെ ഒരുപാട് പാലങ്ങളുണ്ട്. പണ്ട് ഒരു പാലമായിരുന്നു ലോക്നാഥ് ബെഹ്റ. അതേപോലെ ഭാരതാംബ വിവാഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കിയ ഈ അനിൽകുമാർ എന്ന അദ്ദേഹത്തെ ഇപ്പോൾ അന്തർധാരയുടെ ഭാഗമായിട്ട് പുറത്താക്കി എന്നാണ് പറയുന്നത് കേരള സർവകലാശാല. അല്ല, അയാളെ തിരിച്ച് ശാസ്താംകോട്ടയിലേക്ക് പറഞ്ഞു വിട്ടല്ലോ. DB കോളേജ്, ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ടയിലേക്ക് പറഞ്ഞു വിട്ടു. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാമല്ലോ ശാസ്താംകോട്ട ആരുടെ നാടാന്നുള്ളത്. അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർക്ക് വേണ്ടി, RSSന് വേണ്ടി മുഖ്യമന്ത്രി സറണ്ടർ ചെയ്തു. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ശാസ്താംകോട്ടയിലേക്ക് പറഞ്ഞു വിടണ്ടല്ലോ. അദ്ദേഹം ഒരു മാപ്പുസാക്ഷിയായി, ഒരു രക്തസാക്ഷിയായി. ഓക്കെ, റൈറ്റ്. ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രശ്നമാണ്. ഇത് മതി. പാട്ട് പറഞ്ഞാൽ ഇപ്പൊ പാടാം. ലൈറ്റ്സ് VCA KTA പോറ്റിയെ കയറ്റി. അതുപോലെ VCA കയറ്റി. ആരാ? പിണറായി വിജയൻ. ഗവർണറുമായിട്ടൊക്കെ ഉള്ള സമരമൊക്കെ വെറും. ഇനി ഭാരതാംബയൊന്നും വെച്ചോണ്ട് അവിടെ ചെന്ന് മിണ്ടിയാലുണ്ടല്ലോ, ഗവർണർ പലരും പറയും VCA KTA സമരം ചെമ്പായി മാറിയേ.